16-ാമത്തെ സെഷനിലേക്ക് സ്വാഗതം. ആദ്യത്തെ ചോദ്യം നോക്കാം. ജോമെട്രിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ദ റിലേഷൻ ബിറ്റ്വീൻ ഹോൾ ആൻഡ് പാർട്ട്. നമുക്കറിയാം, മുഴുവനായതും ഭാഗമായതുമായ കാര്യങ്ങളെ പ്രദർശിപ്പിക്കുന്നതിനുള്ള ഏറ്റവും അനുയോജ്യമായ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ചാർട്ട് ഏത് എന്നുള്ളതാണ് ചോദ്യം. സംശയമൊന്നും വേണ്ട, പൈ ചാർട്ടാണത്. കാരണം ഒരു സർക്കിളിനെ അതിൻ്റെ ഏരിയ ക്വാണ്ടിറ്റിക്ക് എമൗണ്ട് ഓഫ് ഒബ്സർവേഷൻ അതിന് പ്രപ്പോർഷണലായിട്ട് ഏരിയയെ ഡിവൈഡ് ചെയ്തുകൊണ്ടാണ് പൈ ചാർട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ മുഴുവൻ എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിൻ്റെ എത്ര ഭാഗമാണ് ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്, നിറം കൊടുത്തിരിക്കുന്നത്. അപ്പം ഈ സാഹചര്യത്തിൽ ഏറ്റവും യോജിച്ചത് പൈ ചാർട്ടാണ്. രണ്ടാമത്തെ, ഹൗ മെനി 3 ഡിജിറ്റ് നമ്പേഴ്സ് ഹാവ് എക്സാക്ട്ലി 3 ഫാക്ടേഴ്സ്. 3 ഫാക്ടേഴ്സ് മാത്രമുള്ള എത്ര 3 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ടെന്ന്. ഹൗ മെനി 3 ഡിജിറ്റ് നമ്പേഴ്സ് ഹാവ് എക്സാക്ട്ലി 3 ഫാക്ടേഴ്സ്. ഇവിടുത്തെ ഒരു ചെറിയൊരു കാര്യം നമ്മൾ അറിയണം. ഇഫ് പി ഈസ് എ പ്രൈം നമ്പർ, p square has only 3 factors, 1, p and p square. Okay, if p is a prime number, p square will have only 3 factors, 1, p and p square. അപ്പോൾ 3 ഡിജിറ്റ് ആയിട്ടുള്ള എത്ര നമ്പേഴ്സ് ഉണ്ടെന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, അപ്പോൾ പ്രൈം നമ്പർ കണ്ടിട്ട് അതിൻ്റെ സ്ക്വയർ എടുക്കണം. അത് 3 ഡിജിറ്റ് ആയിരിക്കണം. അപ്പോൾ 11 സ്ക്വയർ അത് 121 ആണ്. ഇത് 3 ഡിജിറ്റ് ആണ്. ഇതിന് 3 ഫാക്ടേഴ്സേ ഉള്ളു. 1, 11 ആൻഡ് 1, 11 ആൻഡ് 121. അങ്ങനെ നോക്കിയാൽ 13 എന്ന പ്രൈം നമ്പറിൻ്റെ സ്ക്വയർ 169. ഇറ്റ് ഹാസ് ഓൺലി 3 ഫാക്ടേഴ്സ്, 1, 13 ആൻഡ് 169. ഓക്കെ, പിന്നെ ഏതാണ് വരുന്നത്? 13 കഴിഞ്ഞിട്ട് 17ൻ്റെ 17ൻ്റെ സ്ക്വയർ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതിയല്ലോ. അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എത്ര എണ്ണം ഉണ്ടാവും? 7 എണ്ണം ഉണ്ടാവും. 7 എണ്ണം ഉണ്ടാവും. എവിടം വരെ? 29 ഈസ് എ പ്രൈം നമ്പർ. 31 ഈസ് എ പ്രൈം നമ്പർ. 31ൻ്റെ സ്ക്വയറായ 961. ഇതിനും ഈ കണ്ടീഷൻ ശരിയാവും. അങ്ങനെ നോക്കിയാൽ 7 എണ്ണമാണ് ഉണ്ടാവുന്നത്. അത് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. 7 എണ്ണം ഏതൊക്കെയാണ്? 121 എന്നത്, 169 എന്നത്. അങ്ങനെ നോക്കിയാൽ 961 വരെ ഉണ്ടാവും. പ്രൈം നമ്പറിൻ്റെ സ്ക്വയറുകൾ 3 ഡിജിറ്റായി വരുന്നത്. അപ്പോൾ 7 എണ്ണം നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. അത് ആലോചിക്കുക. പിന്നെ ഫോളോയിങ് ആർ ദ ജനറൽ ഫോംസ് ഓഫ് സം അരിത്തമാറ്റിക് സീക്വൻസസ്. ചില സമാന്തര ശ്രേണികളുടെ ബീജഗണിത രൂപം. വിച്ച് എമംഗ് ദ ഫോളോയിങ് doesn't contain any perfect square. ഒരു പെർഫെക്റ്റ് സ്ക്വയറിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ
റിമൈൻഡറായിട്ട് വരുന്നത് 1 0 ഇതിലേതെങ്കിലും ഒന്നായിരിക്കും. ഒന്നെങ്കിൽ 0 ആയിരിക്കും, അല്ലെങ്കിൽ 1 ആയിരിക്കും. 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പെർഫെക്റ്റ് സ്ക്വയറിനെ, കാരണം ആലോചിച്ച് നോക്കിയാൽ മതിയല്ല, പെർഫെക്റ്റ് സ്ക്വയർ 1 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 ആണ്, 4 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 0 ആണ്, പിന്നെ 9 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 ആണ്. അല്ലെങ്കിൽ ആൾജിബ്രിക്കലായിട്ട് നമുക്ക് പ്രൂവ് ചെയ്യാൻ സാധിക്കും. ഒരു നമ്പർ എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ 4n ആണ്, 4n + 1, 4n + 2, 4n + 3 ഇതാണ്. 4 കേസുകൾ എടുത്തിട്ട് അതിനെ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും റിമൈൻഡർ നമുക്ക് തരുന്നത് 0 1 ആയിരിക്കും തീർച്ചയായിട്ടും. അതിൻ്റെ തിയറിറ്റിക്കൽ ഡിസ്കഷൻ ഇവിടെ പറയേണ്ട ആവശ്യമില്ല, പ്രൂവ് ചെയ്യാവുന്ന കാര്യമുള്ളത്. ഓക്കെ, 3 കൊണ്ടാണെങ്കിലും അത് തന്നെയാണ് 0 1 ഇതാണ് പെർഫെക്റ്റ് സ്ക്വയർ വരുന്നത്. ഇവിടെ ഇത് കറക്റ്റ് ആൻസറാണ്, കാരണം ഇത് 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇവിടെ കിട്ടുന്നത് എന്താണ്, റിമൈൻഡർ 2 ആണ്. ഇതാണ് ആൻസർ. 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇവിടെ കിട്ടുന്ന റിമൈൻഡർ 2 ആണ്. അപ്പോൾ ഇതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഏരിയ ഓഫ് എ ട്രയാങ്കിൾ ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് എ സർക്കിൾ whose perimeter is 16 pi. Right, 2 pi r is equal to 6 pi, r is equal to 3. അപ്പോൾ ഏരിയ ഓഫ് സർക്കിൾ is 9 pi. Area of circle is 9 pi, and that 9 pi എന്ന് പറയുന്നത് ട്രയാങ്കിളിൻ്റെ ഏരിയ ആണ്. ഹാഫ് 8 × h. അങ്ങനെയാണെങ്കിൽ h is equal to 2.5 pi, 2.25 pi എന്ന് നമുക്ക് കൃത്യമായിട്ട് കിട്ടും ഹൈറ്റ്. then the height is, ഇതാണ് ചോദ്യം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടന്നാൽ, ഇനി ഇൻക്ലൂസീവ് മാത്തമാറ്റിക്സ് ക്ലാസ് റൂം, വാട്ട് വുഡ് ബി അവർ സ്ട്രാറ്റജി ഫോർ അഡ്രസ്സിങ് ദ നീഡ്സ് ഓഫ് വിഷ്വലി ചലഞ്ച്ഡ് ലേണേഴ്സ്? ഓക്കെ, ക്ലിയർ ആണത്. ഓപ്ഷൻസ് വായിച്ചു കഴിഞ്ഞാൽ പ്രത്യേക പഠനങ്ങളൊന്നും ആവശ്യമില്ല, നമ്മളൊന്ന് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവുന്ന കാര്യമുള്ളത്. ഓക്കെ, അല്ലാണ്ട് ആദ്യത്തെ ഇതെല്ലാം എന്താണ്, അത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും അതൊന്നുമല്ല അതിൻ്റെ ശരിയായ കാരണമെന്ന്. കാരണം പ്രാക്ടീസിങ് ടീച്ചേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അറിയാം ഡിസൈൻ ഓൾട്ടർനേറ്റ് ടീച്ചിങ് ആൻഡ് ലേണിംഗ് അസസ്മെൻറ്റ് മെത്തേഡ്സ്, ഇതാണ് കറക്റ്റ്. ഓക്കെ, മെത്തഡോളജിയിലെ പല ചോദ്യങ്ങളും ഒരു പ്രാക്ടീസിങ് ടീച്ചറിനെ സംബന്ധിച്ചിടത്തോളം ആ ചോദ്യങ്ങളുടെ അകത്ത് തന്നെ ആ ചോദ്യം നമ്മളോട് കൃത്യ ഉത്തരം തരും. കാരണം ആ ഒരു ഡെയിലി എക്സ്പീരിയൻസ് കൊണ്ട് നമുക്ക് ആ ഉത്തരം ഫീൽ ചെയ്യും ഇന്നതാണെന്ന്. ഓക്കെ, ദ ആൾജിബ്ര ഓഫ് ആൻ അരിത്തമാറ്റിക് സീക്വൻസ് ഈസ് 3/4n + 1. ഒരു അരിത്തമാറ്റിക് സീക്വൻസിൻ്റെ ആൾജിബ്ര 3/4n + 1. ഓക്കെ, algebra of an arithmetic sequence is 3/4 + 1. The difference between sum of the first 20 terms and sum of the next 20 terms. ഇത് n² എന്നൊക്കെ പറയുന്ന ചില ഫോർമുലകളൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ അരിത്തമാറ്റിക് സീക്വൻസിൽ ഇത്തരം ചോദ്യങ്ങളൊക്കെ ചെയ്യിക്കുന്നത് ഒരു പ്രോസസ്സിലൂടെയാണ്, ഒരു ഫോർമുലയിലൂടെയല്ല. ഓക്കെ, ആൾജിബ്രിക് ഫോം തന്നിട്ടുണ്ട്. ആദ്യത്തെ 20 ടേംസിൻ്റെ സമ്മും അടുത്ത 20 ടേംസിൻ്റെ സമ്മും തമ്മിലുള്ള ഡിഫറൻസ് 20² d. ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ആൻസർ കിട്ടും. ഇപ്പം 400 × 3/4 300 എന്ന് കിട്ടും. പക്ഷെ നമ്മൾ ഈ അരിത്തമാറ്റിക് സീക്വൻസിനെ കോൺസെപ്ച്വൽ ലേണിംഗ് നടത്താൻ നേരത്ത് കോൺസെപ്റ്റിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അരിത്തമാറ്റിക് സീക്വൻസിനെ പഠിപ്പിക്കുമ്പോൾ അങ്ങനെയല്ല ചെയ്യുന്നത്. ഇവിടെ കോമൺ ഡിഫറൻസ് 3/4 ആണെന്ന് നമുക്കറിയാം. 3/4 ആണെന്ന് നമുക്കറിയാം.
ഒന്നാമത്തെ ടേമും 11ാമത്തെ ടേമും തമ്മിലുള്ള ഡിഫറൻസ്, അല്ലെങ്കിൽ ഒന്നാമത്തെ ടേമിൽ നിന്ന് 11ാമത്തെ ടേമിലേക്കുള്ള മാറ്റത്തിൽ നമുക്ക് 10 കോമൺ ഡിഫറൻസ് ആയിരിക്കും കിട്ടുന്നത്. 10 കോമൺ ഡിഫറൻസ് ആയിരിക്കും കിട്ടുന്നത്. ഒന്നാമത്തെ ടേമിൽ നിന്നും സം ഓഫ് ദ ഫസ്റ്റ് 20 ടേംസ്, സം ഓഫ് ദ നെക്സ്റ്റ് 20 ടേംസ്. ഒന്നാമത്തെ ടേമിൽ നിന്നും ഇപ്പോൾ 20 ആണ്, 21ാമത്തെ, ഓക്കെ 11ാമത്തെ അല്ല, 21ാമത്തെ ടേമിലേക്കുള്ള മാറ്റം എന്ന് പറഞ്ഞാൽ 20 കോമൺ ഡിഫറൻസ് ആണ്. ഒന്നാമത്തെ ടേമിൽ നിന്നും 21ാമത്തെ ടേമിലേക്കുള്ള ചേഞ്ച് എന്ന് പറഞ്ഞാൽ 20 കോമൺ ഡിഫറൻസ് ആണ്. അത് 15 ഓക്കെ ശരി. അപ്പോൾ 5 പ്രാവശ്യം 3 15. ഒന്നാമത്തെ ടേമിൽ നിന്നും 21ാമത്തെ ടേമിലേക്കുള്ള മാറ്റം എന്ന് പറഞ്ഞാൽ 20 കോമൺ ഡിഫറൻസ് ആണ്. അതുപോലെ രണ്ടാമത്തെ ടേമിൽ നിന്ന് 22nd ടേമിലേക്കുള്ള ചേഞ്ച് എന്ന് പറയുന്നതും 20 കോമൺ ഡിഫറൻസ് ആണ്, അത് 15 ഇങ്ങനെ ചിന്തിച്ചാൽ 20ാമത്തെ ടേമിൽ നിന്നും 40ാമത്തെ ടേമിലേക്കുള്ള മാറ്റവും 15 തന്നെയാണ്. അപ്പോൾ ഈ ഡിഫറൻസുകളുടെ സമ്മാണ് സമ്മിൻ്റെ ഡിഫറൻസ്. കോൺസെപ്റ്റ് ഇതാണ്. ആദ്യത്തെ 20 ടേമിൻ്റെ സമ്മും അടുത്ത 20 ടേമിൻ്റെ സമ്മും തമ്മിലുള്ള ഡിഫറൻസ് ഓഫ് ദീസ് സമ്സ് ഈസ് ഈക്വൽ ടു സം ഓഫ് ദെയർ ഡിഫറൻസസ്. ആ ഡിഫറൻസസ് 15 20 ടൈംസ് 50, 20 ചെറിയ ചെറിയ ഡിഫറൻസുകൾ ഉണ്ടാവും 15 വീതമുള്ള. അപ്പോൾ ആ ഡിഫറൻസുകളുടെ സമ്മായ 300. ഇതാണ് കോൺസെപ്ച്വൽ ബേസിൽ നമ്മൾ ചെയ്യിക്കുന്ന രീതി. ഓക്കെ, മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് കിടക്കാം. ഇൻ ട്രയാങ്കിൾ ABC, sides opposite to A, B and C are sin A, sin B and sin C. ഒരു പ്രത്യേക ചോദ്യമാണ്. ഇതൊരു ട്രയാങ്കിൾ ABC. ഈ നീളം sin A ആണ്, ഈ നീളം sin C ആണ്, ഈ നീളം sin B ആണ്. സൈഡ്സ് ഓപ്പോസിറ്റ് ടു ABC are sin A, sin B and sin C. റേഡിയസ് ഓഫ് ദ സർക്കംസർക്കിളിൻ്റെ റേഡിയസ് എന്താണ്? നമുക്കറിയാം, സൈഡ് ഓഫ് എ ട്രയാങ്കിൾ കോൺസെപ്റ്റ് നമ്മൾ പഠിച്ചിരിക്കുന്ന കോൺസെപ്റ്റ് ഇതാണ്. സൈഡ് ഓഫ് എ ട്രയാങ്കിൾ ഈസ് പ്രൊപ്പോർഷണൽ ടു സൈൻ മെഷർ ഓഫ് ഇറ്റ്സ് ഓപ്പോസിറ്റ് ആംഗിൾ. ഒന്നുകൂടി, സൈഡ് ഓഫ് എ ട്രയാങ്കിൾ ഈസ് പ്രൊപ്പോർഷണൽ ടു സൈൻ മെഷർ of its opposite angle, and that proportionality constant is diameter of the circumcircle 2 times radius of the circumcircle. But side is proportional to sin A. ഇങ്ങനെ വരും sin A. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ സൈഡ് എന്ന് പറയുന്നത് sin A ആണ്. എക്ക് ഓപ്പോസിറ്റായ സൈഡ് sin A ആണ്. sin A ഇസ് ഈക്വൽ ടു 2r sin A എന്ന് കാണേണ്ടി വരും നമുക്ക്. sin A ഇസ് ഈക്വൽ ടു 2r sin A എന്ന് വന്നാൽ നമുക്ക് r ഇസ് ഈക്വൽ ടു ഹാഫ് എന്നായിരിക്കും കിട്ടുന്നത്. ഓക്കെ, പുതിയ ഒരു പാഠപുസ്തകത്തിൻ്റെ ഒരു സമീപനം അതാണ് ശരിക്കും. Side of a triangle is proportional to sine measure of its opposite side. Okay. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്കൊന്ന് കടക്കാം. Which of the following sequence of numbers given up to the given number, ആ സീക്വൻസ് ഒരു ഗിവൺ വരെ, ആദ്യത്തേൽ 89 വരെ, 98 വരെ, 900 വരെ ഇങ്ങനെ തന്നിട്ടുണ്ട്. ഹാവ് മീൻ ആൻഡ് മീഡിയൻ ഈക്വൽ. അതിൻ്റെ മീനും മീഡിയൻ ഈക്വൽ ആവുന്നു നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. ഇഫ് ദ നമ്പേഴ്സ്
given as numerical data ആയിട്ട് തരുന്ന നമ്പേഴ്സ് അരിത്തമാറ്റിക് സീക്വൻസിലാണെങ്കിൽ their mean and median are equal. If the numerical data given or the numerical data collected from a group, സ്റ്റാറ്റിസ്റ്റിക്സിലെ എല്ലാ കളക്ഷനും നടക്കുന്ന ഒരു ഗ്രൂപ്പിൽ നിന്നാണ്, ഗ്രൂപ്പിൻ്റെ സ്വഭാവത്തെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് അതിൻ്റെ എല്ലാ മെഷറുകളും. ഇപ്പോൾ മീനായാലും മീഡിയനായാലും മോഡായാലും ഒരു ഗ്രൂപ്പിൻ്റെ പൊതു സ്വഭാവത്തെയാണ് ഇത് കാണിക്കുന്നത്. അപ്പോൾ ഗ്രൂപ്പിൽ നിന്ന് കളക്ട് ചെയ്യുന്ന numerical data, if they are in arithmetic sequence, mean and median are equal. ഓക്കെ, ഇതിൻ്റെ കോൺവേഴ്സ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാകണമെന്നില്ല. മീനും മീഡിയനും ഈക്വൽ ആയതുകൊണ്ട് ന്യൂമറിക്കൽ ഡേറ്റ അരിത്തമാറ്റിക് സീക്വൻസിലാകണമെന്നില്ല. ആ കോൺവേഴ്സ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാവുന്നില്ല. ഇത് പ്രത്യേകം നമ്മളൊന്ന് നോട്ട് ചെയ്യുക കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഇവിടെ അരിത്തമാറ്റിക് സീക്വൻസിനാകുന്ന ഒരേ ഒരു സാഹചര്യം ഇതാണത്. അരിത്തമാറ്റിക് സീക്വൻസ് ഒന്ന് തന്നിട്ടുമുണ്ട്, ബാക്കിയൊന്നും അത് ശരിയാവുന്നില്ല. ഓക്കെ, അടുത്ത ചോദ്യം, ദ ഫസ്റ്റ് ഡിഗ്രി കോമൺ ഫാക്ടർ ഓഫ് പി ഓഫ് എക്സ് ആൻഡ് ക്യൂ ഓഫ് എക്സ്. പി ഓഫ് എക്സിൻ്റെയും ക്യൂ ഓഫ് എക്സിൻ്റെയും ഫസ്റ്റ് ഡിഗ്രി കോമൺ ഫാക്ടർ ഏതാണ്? നമുക്കറിയാം പി ഓഫ് -1 0 Q of -1 0 Therefore common first degree factor is x plus 1. ഓക്കെ, അതുപോലെ ഇവിടെ 10ാമത്തെ ചോദ്യം, ഇവിടെ 3 ഇക്വലാറ്ററൽ ട്രയാങ്കിൾസ് ഉണ്ട്. ഒരു വലിയ ഇക്വലാറ്ററൽ ട്രയാങ്കിളും അതിൻ്റെ ഒരു സൈഡിൽ വരച്ചിരിക്കുന്ന ചെറിയ ഇക്വലാറ്ററൽ 2 ചെറിയ ഇക്വലാറ്ററൽ ട്രയാങ്കിൾസും ഉണ്ട്. ഈ ഒരു പോയിന്റ് ഉണ്ടല്ലോ ഇവിടെ ഞാൻ മാർക്ക് ചെയ്യുന്ന പോയിന്റ്, ഈ പോയിന്റ് എവിടെ ആയാലും കുഴപ്പമില്ല. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും എവിടെ വേണമെങ്കിലും ആകാം. അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറുന്ന സമയത്ത് ഈ മുകളിലുള്ള വലുതിൻ്റെയും ചെറുതിൻ്റെയും ആ രണ്ടെണ്ണത്തിൻ്റെയും വലിപ്പങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. നെപ്പോളിയൻസ് ക്യാപ്പ് എന്ന പേരിൽ ഈ ജോമെട്രിക്കൽ സിറ്റുവേഷൻ അറിയപ്പെടുന്നുണ്ട്. ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിള്, അതിൻ്റെ എവിടെയെങ്കിലും ഒരു പോയിന്റ് എടുക്കുക, ഇവിടെ 2 ട്രയാങ്കിളുകൾ വരയ്ക്കുക. ഈ പോയിന്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയാലും ഇവിടെ എവിടെ മാറിയാലും ഈ 2 ഇക്വലാറ്ററൽ ട്രയാങ്കിൾ തന്നെ ആയിരിക്കും എന്നുള്ളതാണ് പ്രത്യേകത. ഇതിൻ്റെ ഒരു വേറൊരു സവിശേഷത, ഇതിൻ്റെ പേര് എന്താണ്, നെപ്പോളിയൻസ് ക്യാപ്പ് എന്നാണ്. മറ്റൊരു പ്രത്യേകത ഇതിനകത്തുണ്ട്, ഈ 3 ഇക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെയും സർക്കംസെൻറ്റേഴ്സ്, 3 സർക്കംസെൻറ്റർ ആയാലും ഇൻസെൻറ്റർ ആയാലും ഓർത്തോസെൻറ്റർ ആയാലും സെൻട്രോയിഡ് ആയാലും ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആണല്ലോ, ഇതെല്ലാം ഒന്ന് തന്നെയാണ്. അത് 3ഉം കൂടി ഇങ്ങനെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതും മറ്റൊരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആയിരിക്കും എന്നുള്ളത് മറ്റൊരു ട്രൂ സ്റ്റേറ്റ്മെൻ്റ് ആണത്. ഓക്കെ, നമ്മുടെ ഈ ചോദ്യത്തിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇവിടെ നമുക്ക് ഇങ്ങനെയാണ് ചിന്തിക്കേണ്ടത്, സൈഡ് ഓഫ് ദ ലാർജസ്റ്റ് ട്രയാങ്കിൾ ഇസ് 10. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ പെരിമീറ്റർ എത്രയാണ്? പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ നടുക്കുള്ള ഡോട്ടഡ് പാർട്ടല്ല, ഔട്ടർ ബൗണ്ടറി, അതാണല്ലോ പെരിമീറ്റർ. ആ ഹെക്സഗൻ്റെ ഔട്ടർ ഹെക്സഗൻ്റെ പെരിമീറ്റർ എത്രയാണ്? അത് കണ്ടാൽ നമുക്കറിയാം 40 ആണെന്ന്. കാരണം ഇതിനു മുമ്പ് ഒരു ചോദ്യം നമ്മൾ ഇതുപോലെ മറ്റൊരു വീഡിയോയിൽ ചെയ്തിട്ടുള്ളതാണ്. ഈ ഭാഗം എക്സ് എന്നെടുത്താൽ ഇത് 10 - x ആണ്. അപ്പം 2 10 - xകൾ, ഇവിടെ 2 xകൾ, പിന്നെ 2 10കൾ. ഇപ്പം 2 10s പ്ലസ് 2 10 - xകൾ പ്ലസ് 2 xകൾ. അപ്പോൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ -2x പ്ലസ് 2x പോകുന്നു, ബാക്കി 20 20 40 ആവുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്.